ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇവിടെ ക്യൂട്ടായിട്ടുള്ള ടെഡിക്ക് ഒരു ഡ്രസ്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്ക് സൈഡിൽ ഇങ്ങനെ റോങ്ങിലിട്ടിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള റോംബറാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിത് ഹാഫ് ഡി സി വെച്ച് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി അടുത്ത സ്റ്റിച്ചസ് ആയി വരും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു റോംബർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹോബി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബൾക്കി ചങ്കി കേക്ക് യാൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യാണാണ്. നമ്മൾ ബ്ലാങ്കറ്റ് യാൺ എന്നൊക്കെ പറയും. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ലേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേത് ഹുക്ക് സെറ്റ് യൂസ് ചെയ്യണമെന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 5mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമുക്കൊരു 10 mm ഒക്കെ ഒരു തിക്നെസ് വരും. അതുകൊണ്ട് നമുക്ക് 5mm ഹുക്ക് സെറ്റ് 10 പ്ലേ ആണ്ട് ഒരു തിക്നെസ്സാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമുക്ക് 5mm ഹുക്ക് സെറ്റ് യൂസ് ചെയ്യാം. 4.5mm ഹുക്ക് സെറ്റ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 10 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 നമുക്കൊരു 10 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ എന്തിനാണോ ഡ്രസ്സ് ഉണ്ടാക്കുന്നത്, നമുക്കിപ്പോൾ ഈ ടെഡിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടെഡിയുടെ കാലിൽ നിന്ന് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കാം. അപ്പോൾ അതിങ്ങനെ എനിക്ക് കറക്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 10 എണ്ണം മതി. നിങ്ങൾ ഇതിപ്പോൾ 10 സ്റ്റിച്ച് കൊണ്ട് കഴിഞ്ഞത് ഇത് ബ്ലാങ്കറ്റ് യാൺ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും ചെറിയ ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്യുന്നതെങ്കിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി, മെഷർമെൻ്റ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. ഞാൻ ഫസ്റ്റ് ചെയ്ത ആ ഒരു ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം, ചെയിൻ 2 ചെയ്യാം. 1 2 നമ്മളിനി ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓരോ ഹാഫ് ഡി സി വീതം ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 10 ഹാഫ് ഡി സി ചെയ്തു. 10 ഹാഫ് ഡി സി ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിൻ്റെ ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു നമ്മൾ ടൈലൻ്റ് എടുത്തിട്ടുള്ള യാണുണ്ടല്ലോ, ഈ യാണ് നമുക്കിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അടുത്ത റൗണ്ടിൽ നമുക്കത് ഹൈഡാക്കി കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് പിടിച്ചിട്ടുണ്ട്. ചെയിൻ 2 ചെയ്യുക. വീണ്ടും നമുക്ക് ഹാഫ് ഡി സി ചെയ്യുക. ഹാഫ് ഡി സി ചെയ്യുമ്പോൾ ഈ ഒരു യാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കാം. 2 3 4 5
6 7 8 9 10 ഹാഫ് ഡി സി ചെയ്തു. ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ രണ്ട് റൗണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് യാൺ കട്ട് ചെയ്യാം. ഇനി നമ്മൾ യാൺ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കാലിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്നും കൂടി ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, ഒന്ന് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി ചെയ്യാം. നമുക്ക് 10 സ്റ്റിച്ച് ഇങ്ങനെ നമ്മൾ ചെയ്തു. അതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്ത് വെച്ച ഈ പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്പേസിൽ ആണ് നമ്മളിനി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മളിങ്ങനെ 10 റൗണ്ട് ചെയ്തു. ഇതുവരെ നമ്മൾ ഇങ്ങനെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ. ഇനി നമ്മൾ ബാക്ക് സൈഡിലൂടെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഹുക്കിനെ ബാക്കിലൂടെ ഇങ്ങനെ എടുക്കുക. ബാക്കിലൂടെ എടുത്തു. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടിയും എടുക്കുക. എന്നിട്ട് നമുക്ക് യാൺ ഓവർ ചെയ്തിട്ട് ഈ 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി എടുത്തു കൊടുക്കാം. ആണോ? അപ്പോൾ ഇതിവിടെ ജോയിൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യാം. നമ്മൾ ഇപ്പം ഇതിൽ 10 അങ്ങനെ ടോട്ടൽ നമുക്ക് 20 സ്റ്റിച്ചസ് ഉണ്ടാവും കേട്ടോ. 1 2 3 4 5 6 7 8 9 10 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാലിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്തത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്തേക്കും നമുക്ക് അടുത്ത ലെഗിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 10 ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 2 കാല് ഇവിടെ ജോയിൻ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ? നമുക്ക് ഒരു റൗണ്ട് കൂടി ചെയ്ത് നോക്കാം. എന്നിട്ട് ടെഡിമേൽ വെച്ച് നോക്കാം. എല്ലാ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള ഒരു പാറ്റേൺ തന്നെ ചെയ്ത് കൊടുക്കാം. നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. എനിക്ക് തിക്കുള്ള ആണായതുകൊണ്ടാണ് ഞാൻ ഹാഫ് ഡി സി യൂസ് ചെയ്തത്. നമ്മൾ 4 പ്ലേ ആണൊക്കെ ആണെങ്കിൽ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നതാവും ബെറ്റർ. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക.
ഓരോ ഹാഫ് ഡി സി വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ റൗണ്ടിലും നമുക്ക് 20 ഹാഫ് ഡി സി വീതം ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്തെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ടെഡീൻ്റെ ഒന്ന് ഇടിച്ച് നോക്കാം. യാണൊന്ന് കുറച്ച് വലിച്ച് വെച്ചിട്ട് നമ്മൾ ബേബീസിന് ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ നമുക്കിങ്ങനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കളിക്കുമ്പോൾ ഒക്കെ നല്ല രസമാവും ഇത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് കളിക്കുമ്പോൾ. അപ്പോൾ അതാ നമുക്കൊരു 1-2 റൗണ്ടും കൂടി ചെയ്ത് കൊടുക്കണം. ട്രൗസർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതിനെ കുറച്ച് 2 റൗണ്ട് കൂടി ചെയ്തിട്ട് നോക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ ഒരു കയറൊക്കെ വെച്ച് കൊടുക്കാം. 3rd റൗണ്ടിലും നമുക്ക് 2 ചെയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് എല്ലാ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3rd റൗണ്ടും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 3rd റൗണ്ട് 3 റൗണ്ടും മതിയാവും. ചെയിൻ 1 ചെയ്യാം. നമ്മൾ യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് ഫ്രണ്ട് സൈഡും ഈ ഒരു യാണ് വരുന്ന ഭാഗം നമുക്ക് ബാക്ക് സൈഡും ആക്കാം. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. യാൺ എടുത്തിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കാം. 12 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡ് വെക്കാം. സെയിം സൈഡ് വെക്കാതെ ഫ്രണ്ടിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യാം. നമുക്ക് യാണ് കട്ട് ചെയ്യാം. ഇതിങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ ഇതാണ് ബാക്ക് സൈഡിൽ ഇവിടെ 2 സ്റ്റിച്ച് എടുത്തിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ 2 സ്റ്റിച്ച് വിട്ടിട്ട് ഇവിടെ നിന്നും നമുക്കൊരു 12 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൈലൻ്റ് എടുക്കാം. ശേഷം ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് 12 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 12 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. നേരത്തെ ഇവിടേക്കാണ് ചെയ്തത്. ഇവിടുന്ന് നമുക്ക്
ഓപ്പോസിറ്റായിട്ട് നമുക്കിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക, യാൺ കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ഇതാക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ ആൺസൊക്കെ ഹൈഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് യാൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ യാണൊക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് കൂട്ടി പിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഇവിടെ ഈ സ്റ്റിച്ചിൻ്റെ അവിടുന്ന് അതിങ്ങനെ ഇങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് ഈ ബാലൻസ് വരുന്ന യാൺസൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചുറ്റിലും സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്തിട്ടുള്ള യാണൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഹൈഡാക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള ഭാഗമൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കിതിൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ഹൈഡാക്കി കൊടുക്കുക. ഈ യാണൊക്കെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തപ്പോൾ ബാക്കിൽ ഇങ്ങനെ ഹൈഡായി പോയിട്ടുണ്ട്. നമ്മൾ അടുത്ത കയ്യിൻ്റെ ആ ഭാഗമാണ്, അത് അവിടെ വിട്ടുകൊടുത്തിട്ട് ഇങ്ങനെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചുറ്റിലും ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു ടൈലൻ്റൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ആ ടൈലൻ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഹൈഡായി പോയിട്ടുണ്ട്. നെക്സ്റ്റ് അവർ ഇവിടെ ചെയിനിട്ട ഒരു സ്പേസ് എത്തിയിട്ടുണ്ട്, അത് നമുക്കിങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തുന്നവരെ ചുറ്റിലും നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എത്തിയിട്ടുണ്ട്, അവിടെ നമുക്ക് ഒരു ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേൻ്റെ ടോപ്പിൽ ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, യാൺ കട്ട് ചെയ്യുക, യാൺ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ബാലൻസ് വരുന്ന യാണൊക്കെ ഉണ്ടാവും, അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ത്രെഡിനെ ഇട്ട് നോക്കാം. ഇവിടെ ഒരു യാണ് കാണുന്നുണ്ട്, ബാലൻസ് ഉണ്ട്, കട്ട് ചെയ്യുക.
അപ്പോൾ അത് നമ്മളെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ക്രോസ് ഉള്ളത് ഞാൻ ഫ്രണ്ടിലേക്കാണ് ഇട്ടത്. അപ്പോൾ അത് ബാക്കിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഊരിയിട്ട് ബാക്ക് സൈഡിലേക്കും ആക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. നമ്മൾ ടെഡിക്ക് ക്യൂട്ടായിട്ടുള്ളൊരു റോംബർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.